ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്നൊരു കുഞ്ഞു വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. വ്ളോഗ് എന്ന് പറയുമ്പോൾ എൻ്റെ എൻ്റെ മൂന്നാമത്തെ മോളാണ് കേട്ടോ, അമേലിയ നോറാൻ. അപ്പോൾ മോളുടെ ഒരു ഫോട്ടോഷൂട്ട് ഡേ ആയിരുന്നു കേട്ടോ. പിന്നെ അതുമാത്രമല്ല ഫേസ് റിവീൽ ചെയ്യാമെന്നും വിചാരിച്ചു. അപ്പോൾ 6 മന്തിൻ്റെ ഒരു ഫോട്ടോഷൂട്ടാണ്. അങ്ങനെ ഞാനും കുട്ടികളും പിന്നെ മിസു അർഷാദിക്കാണ് കേട്ടോ പോകുന്നത്. അർഷാദിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. പിന്നെ എൻ്റെ നിർബന്ധപ്രകാരം നിന്നതാണ് കേട്ടോ ഈ ഒരു കാര്യത്തിന്. 1ാമത്തെ ബർത്ത്ഡേക്ക് പോരെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ 1ാമത്തെ ബർത്ത്ഡേ ആകുമ്പോഴേക്കും എന്താവും അവസ്ഥ എന്ന് നമുക്കറിയില്ലല്ലോ, അതുകൊണ്ട് 6 മന്തിൻ്റെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കേക്കൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു പാലേസിൽ നിന്ന്, തലശ്ശേരി പാലേസിൽ നിന്ന്. അപ്പോൾ തലേന്ന് ഞാൻ ഒരു കേക്ക്, ഒരു പിങ്ക് കളറിലൊരു കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു 1/2 kg. അപ്പോൾ ഹാഫ് ബർത്ത്ഡേ ആയതുകൊണ്ട് 1/2 kg കേക്ക്. പിന്നെ ഹാഫ് ഡിസൈനൊന്നും ആക്കിയിട്ടില്ല, ജസ്റ്റ് ഒരു പിങ്ക് കളറിലൊരു ഫ്ലവറൊക്കെ ആയിട്ടുള്ളൊരു കുഞ്ഞു കേക്ക്. അങ്ങനെ കേക്കൊക്കെ വാങ്ങിയിട്ട് നമ്മളിതാ കോട്ടയിൽ എത്തിയിട്ടുണ്ട്, തലശ്ശേരി കോട്ടയിൽ. നമ്മൾ ഒട്ടും എന്താ പറയുക എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല ഇത്രയും ആൾക്കാർ ഇവിടെ ഉണ്ടാവുമെന്ന് ഒട്ടും വിചാരിച്ചിട്ടില്ല. നമ്മൾ വിചാരിച്ചു കോട്ടയിൽ അങ്ങനെ ആൾക്കാരൊന്നും ഉണ്ടാവില്ലല്ലോ. നോക്കുമ്പോൾ അവിടെ ഭയങ്കര ക്രൗഡായിരുന്നു കേട്ടോ, കുറേ ആൾക്കാരുണ്ടായിരുന്നു. അവിടെ എന്തോ പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളൊരു സ്ഥലം കണ്ടുപിടിച്ചു, ഒരു നല്ല വിശാലമായിട്ടുള്ള ഒരു സ്പേസ്. ആ ഒരു ഏരിയയിൽ ആരുമില്ല, പക്ഷേ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊക്കെ കുറേ ആളുണ്ടായിരുന്നു. നമുക്ക് ചെറിയൊരു സ്പേസല്ലേ വേണ്ടോ ഫോട്ടോക്ക്. അപ്പോൾ നമ്മൾ നല്ല പച്ച പരപ്പുള്ള ഒരു സ്ഥലം കണ്ടുപിടിച്ച് അവിടെ നമ്മളൊരു വൈറ്റ് തുണിയെല്ലാം വിരിച്ചിട്ടാണ് ഫോട്ടോഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്, സെറ്റ് ചെയ്ത് വെച്ച്. അങ്ങനെ കേക്കും ഫോട്ടോവും പിന്നെ കുറച്ച് ബലൂണൊക്കെ കെട്ടിയിട്ട് മോൾ അവിടെ എത്തിയിട്ട് ഒരു കുഞ്ഞു ഫോട്ടോഷൂട്ടാണ് ഉദ്ദേശിച്ചത്. ആദ്യം ഞാൻ ആരെങ്കിലുമൊക്കെ ആക്കിയിട്ട് ഫോട്ടോഷൂട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചായിരുന്നു. പിന്നെ വെച്ചൊരു സിമ്പിൾ കാര്യമല്ലേ, നമുക്ക് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ തന്നെ ചെയ്തു. കുറച്ച് ബലൂണും റിബണൊക്കെ കെട്ടി സെറ്റ് ചെയ്ത് പിന്നെ മോൾ അവിടെ എത്തി ഒരു വൈറ്റ് ഒരു സിമ്പിൾ ഡ്രസ്സ് ഇട്ടിട്ട് ഒരു ഹെയർ ബാൻഡും കൂടി വെച്ച് കൊടുത്തു. അത്രയൊക്കെ മതിയാവുമല്ലോ ഒരു ഫോട്ടോഷൂട്ടിന്. അപ്പോൾ കേക്കും അപ്പോൾ മൊത്തത്തിൽ കാണുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഇതാണല്ലോ മെയിൻ ടാസ്ക് എന്ന് പറയുന്നത്. നമ്മൾ ഫോട്ടോയിൽ നോക്കണമല്ലോ. ഓള് പിന്നെ എന്തെങ്കിലും സാധനം കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. അതിപ്പോൾ എല്ലാ മക്കളും അങ്ങനെയാണ്. അപ്പോൾ എൻ്റെ മോളും അങ്ങനെ തന്നെ. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ വേറൊരു സ്ഥലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ അടുത്തുള്ള വേറൊരു പാർക്കാണ്, സ്റ്റേഡിയത്തിൻ്റെ അടുത്തൊരു ചെറിയ പാർക്ക് ഉണ്ടായിരുന്നു. ഒരു പാർക്കിൻ്റെ പേര് മറന്നുപോയി ഗൈസ്. അങ്ങനെ പിന്നെ അവിടെ പോയി നോക്കുമ്പോൾ നമുക്ക് പിന്നെ അത്ര നല്ല ലൈറ്റൊന്നും കിട്ടിയിട്ടില്ല. കാര്യം ആ സ്ഥലത്ത് നിന്ന് അവർ പറഞ്ഞു ഇത്ര സമയം വരെ എടുക്കാൻ പാടുള്ളൂ, കേക്ക് കട്ട് ചെയ്യാൻ പാടില്ല, അങ്ങനത്തെ ഇതൊക്കെ കണ്ടപ്പോൾ എൻ്റെ അർഷാദ് എന്തോ ദേഷ്യം പറഞ്ഞു, അത്ര ഇതൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് വേഗം പാക്കപ്പ് ചെയ്ത് അങ്ങനെ ഇവിടേക്ക് വന്നു. ഇവിടെ വന്നപ്പോൾ ലൈറ്റൊന്നും കിട്ടിയിട്ടുണ്ടായില്ല. പിന്നെ കുറച്ച് ഫോട്ടോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഈ ഒരു സമയത്തുള്ള ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലുള്ള കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. മോളുടെ നല്ല പിക്സൊന്നും കിട്ടിയിട്ടില്ല, പക്ഷേ നമ്മൾ അവിടെ നിന്ന് പരമാവധി ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് റീൽസൊക്കെ എടുത്തു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പുറത്തിറങ്ങി. കുട്ടികൾക്കൊക്കെ ദാഹിക്കുന്നു വിശക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മിൽക്ക് ഷേക്കും കോക്ടെയിലൊക്കെ വാങ്ങിക്കൊടുത്തു. ഞാൻ പിന്നെ അതൊന്നും കഴിച്ചിട്ടില്ല, കാരണം അത് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ചുമയും തണുപ്പും പനിയൊക്കെ വരും. അതുകൊണ്ട് ഞാൻ ചായയും നല്ല ബർഗറും. എനിക്ക് പിന്നെ ചായ കുടിച്ചിട്ടില്ലെങ്കിൽ തലവേദന വരുന്നൊരു ചെറിയ അസുഖവും കൂടി ഉണ്ട്. അതുകൊണ്ട് നല്ല അടിപൊളി ചായ ആയിരുന്നു, ഏലക്കൊക്കെ ഇട്ടിട്ടുള്ള. സിറ്റി സെൻറ്ററിൻ്റെ സൈഡിലുണ്ട് ഒരു ചെറിയൊരു ചായക്കട, അവിടെ നിന്നാണേ. പിന്നെ ഞാൻ ബർഗർ തിന്നതിൻ്റെ അടയാളം മുഖത്തൊക്കെ കാണാനുണ്ട്. മിസുവാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഒക്കെ എടുത്ത് തന്നത്. അങ്ങനെ നമ്മൾ ബർഗറൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ അവിടെ നിന്ന് എടുത്ത കുറച്ച് നല്ല ഫോട്ടോസ്. വേറെ ഏതോ സ്ഥലത്ത് പോയ പോലത്തെ ഒരു ഫീലായിരുന്നു കേട്ടോ സീനറി കാണുമ്പോൾ. ശരിക്കും ഊട്ടിയിലൊക്കെ പോയിട്ടുള്ള ആ ഒരു വൈബ് ഉണ്ടായിരുന്നു ഫോട്ടോ കാണുമ്പോൾ. അപ്പോൾ നമ്മൾ കുറേ കപ്പിൾ ഫോട്ടോസും മക്കളും ഒന്നിച്ചിട്ടുള്ളതും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം ഒന്നിനൊന്ന് അടിപൊളിയായിരുന്നു. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. കോട്ടയിലായിരുന്നു കേട്ടോ പക്ഷെ അടിപൊളി ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അവരെന്തോ കേക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ എന്തൊക്കെയോ റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പിന്നെ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ വിചാരിച്ചിട്ടേ ഇല്ല, വീട്ടിൽ പോയിട്ട് സമാധാനത്തിൽ കട്ട് ചെയ്യാമെന്നാണോ വിചാരിച്ചത്. അങ്ങനെ നമ്മൾ വിചാരിച്ച പോലെ തന്നെ ചെറിയൊരു ഫോട്ടോഷൂട്ട് നടന്നു, അതാണ് പ്രതീക്ഷിച്ചത്. പിന്നെ ഇതാണ് എൻ്റെ മോള് അമേലിയ, 6 മാസമായി. അപ്പോൾ ഇനി ഇൻഷാ അല്ലാഹ് വീഡിയോസിലൊക്കെ ചെറുതായിട്ട് ഉൾപ്പെടുത്താമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഫേസ് റിവീൽ ചെയ്തത്. അപ്പോൾ എൻ്റെ ചെറിയൊരു ആഗ്രഹം കൂടി സഫലമായിട്ടുണ്ട് ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. ഞാൻ കുറേ ആയി വിചാരിക്കുന്നു ഇങ്ങനത്തെ ഒരു ചെറിയ ഫോട്ടോഷൂട്ട് ചെയ്യണമെന്നുള്ളത്. ഒരു വയസ്സാവും മുന്നേ ഒരു ചെറിയൊരു ഫോട്ടോഷൂട്ട്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മാത്രമേ നമുക്ക് ഇനിയും വീഡിയോസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റൂ, കുക്കിംഗ് വീഡിയോസ് ആയാലും വ്ളോഗായാലും. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റാ.